പണത്തിൻ്റെയും ലാഭത്തിൻ്റെയും ലോകത്ത് കാരുണ്യത്തിൻ്റെ കരസ്പർശം മാത്രം ആശ്രയിച്ച് മറ്റുള്ളവർക്കായി ജീവിക്കുന്ന ഒരു കുടുംബം. അതാണ് തൃശ്ശൂർ മുളങ്കുന്നത്തുകാവിലെ മത്സ്യക്കച്ചവടം നടത്തുന്ന ബാബുവും കുടുംബാംഗങ്ങളും. ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി മത്സ്യം നൽകുന്ന ബാബുവിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രവൃത്തി ഇന്ന് സമൂഹത്തിന് മുന്നിൽ വലിയൊരു സന്ദേശമായിരിക്കുകയാണ്. കച്ചവടത്തിനായി കടം വാങ്ങിയും ലോണെടുത്തും വീട്ടുചെലവുകൾ തീർത്ത് ജീവിക്കുന്ന ബാബുവും കുടുംബവും കഴിഞ്ഞ 4 മാസമായി ഒരു അപൂർവ സേവനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ക്യാൻസർ രോഗികൾക്ക് 1/2 കിലോ മത്സ്യമാണ് സൗജന്യമായി നൽകുന്നത്. ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന രോഗിയുടെ തിരിച്ചറിയൽ കാർഡ് മാത്രം കാണിച്ചാൽ മതിയാകും. അതോടെ 1/2 കിലോ മത്സ്യം സൗജന്യമായി ലഭിക്കും. സ്ഥിരമായി വരുന്ന രോഗികളും കുടുംബങ്ങളും ബാബുവിനോട് നന്ദി പറയുമ്പോൾ അദ്ദേഹം വെറുമൊരു പുഞ്ചിരിയോടെയാണ് മറുപടി നൽകുന്നത്. തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചപ്പോൾ മരുന്നുകളുടെ അമിത ചെലവും കുടുംബത്തിന്റെ വേദനയും നേരിൽ കണ്ടു. അന്നു മുതലാണ് ബാബു ഇത്തരമൊരു തീരുമാനമെടുത്തത്. നമ്മുടെ ബന്ധത്തിൽ ഒരു ആൻറ്റിക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്താണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അത് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ കുറേ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടിന്ന് വന്നുള്ളതാണ്. അതായത് ഫുട്പാത്തിലും അവിടെയൊക്കെ തൃശ്ശൂർ മീൻ മാർക്കറ്റിൽ ഞാൻ ജോലിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് വാടകയ്ക്കും ഫുട്പാത്തിലും അങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ എനിക്കിത് ദയവായിട്ട് സാധിച്ചു തന്നു. ഒരു വീട് നമുക്ക് വരുമാനത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ മീനിൻ്റെ അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മീനിൻ്റേതായിട്ട് ഒരു 1/2 കിലോ, അതായത് വലിയ മീനുകളും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് സാധിക്കണത് എന്നെ കൊണ്ട് സാധിക്കാവുന്ന എനിക്ക് വലിയ സംഖ്യ ലോണുണ്ട്, മാസത്തിൽ വലിയ ലോണുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൊടുക്കും. വരണോരെ ഞാൻ മടക്കി വിടില്ല, തീർച്ചയായിട്ടും എന്തെങ്കിലും കൊടുക്കും. ഒരു കാലത്ത് വാടക വീട്ടിൽ താമസിച്ചും ഫുട്പാത്തിൽ മീൻ കച്ചവടം ചെയ്തും കുടുംബം പോറ്റിയിരുന്ന ബാബു ഇന്ന് സ്വന്തം വീടും കടയും നേടിയിട്ടും ജീവിതത്തിൽ കണ്ട കഷ്ടപ്പാടുകൾ മറന്നില്ല. വിശപ്പിന്റെ വേദന സഹിക്കാൻ പറ്റില്ല. കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ബാബുവിന്റെ പിതാവ് ജോർജിന്റെ ആ വാക്കുകൾ ഇന്നും ചെവിയിൽ മുഴങ്ങുന്നുവെന്നും ബാബു പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പോയി വരുന്നവർ ബോർഡ് കണ്ട് കടയിലെത്താറുണ്ട്. അവരെ സഹായിക്കാനാകുമ്പോൾ വലിയ സന്തോഷമാണെന്നും ബാബു അഭിപ്രായപ്പെടുന്നു. അമൃത ന്യൂസ്, തൃശ്ശൂർ.